+2 സേ എക്സാം വളരെ ഈസി ആയിട്ട് പാസ്സാവാൻ ഞാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. 2 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾക്കത് ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും തോറ്റവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കാം. രണ്ടാമത് നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് താഴെ നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ ഫെയിൽ ആയിട്ടുള്ളത് അതെന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്ക കുട്ടികളും ഇംഗ്ലീഷ് ആയിരിക്കും ഫെയിൽ ചെയ്തിട്ടുണ്ടാവുക. ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫെയിൽ ആയിട്ടുള്ളത് ഇംഗ്ലീഷിലാണ്. പ്രത്യേകിച്ച് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഫീൽഡിലെ കുട്ടികളൊക്കെ ഇംഗ്ലീഷിലാണ് ഫെയിൽ ആയിട്ടുണ്ടാവുക. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യും, പ്രോബ്ലം സബ്ജക്ട്സ് ഉണ്ടാവും. ഇപ്പം കൊമേഴ്സ് ആണെങ്കിൽ അക്കൗണ്ടൻസി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എക്കണോമിക്സ്, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ എക്കണോമിക്സ്. സോ ഇതിലായിരിക്കും മിക്കവാറും കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ടാവുക. പിന്നെ ചില കുട്ടികൾ തീരെ ഇഷ്ടമില്ലാത്ത കുട്ടികൾ, അങ്ങനെ അവരെന്ത് ചെയ്യും, ഈ ഹിസ്റ്ററിയോ പൊളിറ്റിക്സോ, ഹിസ്റ്ററിയും പൊളിറ്റിക്സും അങ്ങനെ പൊതുവേ ഫെയിൽ ആവാറില്ല, പക്ഷേ എന്നിരുന്നാലും ചിലപ്പോൾ ഫെയിലായി എന്ന് വരാം. സോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പാസ്സാവാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞതാണ്. അതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ പറ്റും. എന്താണെന്നറിയാം, സേ എക്സാമിനേഷൻ ഹാളിൽ കോപ്പി അടിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളെപ്പോലെ തോറ്റു വരുന്ന കുട്ടികളാണ് സേ എക്സാം ഹാളിൽ ഉണ്ടാവുക. അതുകൊണ്ട് 1 ഉത്തരം എന്താ, 2 ഉത്തരം എന്താ ആരോടും ചോദിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും നിങ്ങൾ അതേ ഒരു സ്റ്റാറ്റസിലായിരിക്കും. പക്ഷേ നിങ്ങളുടെ സാധാരണ ഫൈനൽ എക്സാമിനാകുമ്പം 1-2 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടാകും അത്യാവശ്യം നന്നായി പഠിക്കുന്നത്, അവരോട് ചോദിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ കഷ്ടപ്പെടേണ്ടി വരും. സോ 80 മാർക്ക് അല്ലെങ്കിൽ 60 മാർക്കാണ് നിങ്ങളുടെ ഫൈനൽ എക്സാം ഉണ്ടാവുക. ഈ 60 മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് വെറും 16 മാർക്ക് സ്കോർ ചെയ്താൽ മതി. 80 മാർക്കാണെങ്കിലോ 24 മാർക്ക് സ്കോർ ചെയ്താൽ മതി. മൊത്തം എത്രയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ വളരെ കുറഞ്ഞ ഒരു 20% മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് എക്സാമിന് പഠിച്ചാൽ മതി. നിങ്ങളുടെ മൊത്തം സിലബസിനെ വളരെ ചെറിയ പോർഷൻ പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റും. സോ അതിലൊന്ന്, നിങ്ങളുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻ 10 എണ്ണം ഉണ്ടാകും. 10 ആയിരിക്കും അല്ലെങ്കിൽ 6 ആയിരിക്കും. അഥവാ പ്രോബ്ലം പേപ്പേഴ്സിന് ഡിഫറൻ്റ് ആയിരിക്കും. പ്രാക്ടിക്കൽ ഇല്ലാത്ത 80 മാർക്കിൻ്റെ പേപ്പേഴ്സ് എന്ത് ചെയ്യും, ഡിഫറൻ്റ് ആയിരിക്കും. അതിൽ ഒരു 3-4 എഴുതി നിങ്ങൾക്ക് അറിയുമല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് അതേപോലെ എസ്സേയിൽ റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ എക്കണോമിക്സിലെ മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം എങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്യുക, അക്കൗണ്ട് ചെയ്യുക എന്നുള്ളത്. സോ അതുമായി ബന്ധപ്പെട്ട് 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. സോ അത് അതേപോലെ കോപ്പി ചെയ്തിട്ട് ആ എസ്സേ ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. സോ അവിടെയും 1 മാർക്ക് കിട്ടും. ഇനി ഇവിടെ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും, 1 മാർക്ക് കിട്ടും. സോ അങ്ങനെ കുറച്ച് ട്രിക്സ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ തന്നെ ആയിക്കൊള്ളുന്നില്ല, 4-5 മാർക്കിൻ്റെ ഒക്കെ ചെയ്യും ഇതേപോലെ ചോദിക്കും. പിന്നെ 2 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ 4 അറ്റൻഡ് ചെയ്യേണ്ടത്. സോ അതിൽ 1-2 നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തൂടെ. എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്താണോ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് അറിയും, നിങ്ങൾ ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചു നോക്കാം. ചില ക്വസ്റ്റ്യൻസിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, എന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും. ഇതേ സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പം വേറെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരിക്കാം. സോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ എക്സാമിനേഷൻ പേപ്പറിൽ വരും. ദെൻ 3 മാർക്കിന് ക്വസ്റ്റ്യൻ ഇതേപോലെ 5 എണ്ണം, അതിൽ 4 എഴുതിയാൽ മതി. സോ അതിൽ ഒരു ക്വസ്റ്റ്യനെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യാം. ബാക്കിയൊക്കെ എല്ലാം നിങ്ങൾ എഴുതണം. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഥവാ ക്വസ്റ്റ്യൻ അവിടുന്ന് ഇവിടുന്നൊക്കെ, അഥവാ ഒരു ഗ്ലോബലൈസേഷൻ നിങ്ങൾ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ, പണ്ട് നമ്മൾ ഹിന്ദിയിൽ പേട് ഒരു ട്രീയെക്കുറിച്ച് അഥവാ മരത്തെക്കുറിച്ച് കവിത എഴുതാൻ പറയുമ്പോൾ പേട് മനോഹർ പേട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എഴുതാറില്ലേ, അതേപോലെ എന്ത് ചെയ്യുക, ജസ്റ്റ് എഴുതിയിടാം. ദെൻ 4 മാർക്കിന് ഇതേപോലെ 5 ക്വസ്റ്റ്യൻസിൽ 4 നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതും 1-2 നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പരമാവധി എഴുതുക. കത്തിയടിച്ച് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ പേപ്പറിൽ വേണം. എന്നാൽ ഒരു 1/2 മാർക്കെങ്കിലും തരാൻ ചിലപ്പം ഈ ഒരു വാല്യൂ ചെയ്യുന്ന ആൾക്ക് തോന്നിയാലോ. 5 മാർക്കും സെയിം. ലാസ്റ്റ് 8 മാർക്കിന് എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. സോ 8 മാർക്ക് ഏകദേശം വലിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ 8 മാർക്ക് മിക്കവാറും ഇതേ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസിൽ മിക്കവാറും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാകും. സോ അത് അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതിയാൽ മാത്രം മതി. അത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്തെങ്കിലും എന്ത് ചെയ്യാം, അറ്റ്ലീസ്റ്റ് കറക്കി കുത്തി എന്തെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് വെക്കുക, ഒന്നും ഒഴിവാക്കി പോയത്. സോ ഇങ്ങനെ ചെയ്താൽ തന്നെ ഏകദേശമൊക്കെ നിങ്ങൾക്ക് സബ്ജക്ട്സിനെ കുറിച്ച് തീരെ അറിവില്ലെങ്കിലും ഒരു മാക്സിമം പാസ്സാവാനുള്ളതിന് അടുത്തുള്ളൊരു മാർക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ സേ ആകുമ്പോൾ നമ്മുടെ ലൈവൊക്കെ കണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകും. അപ്പോൾ അത് വെച്ചാൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ 24 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ലൈവ് വരുന്നുണ്ട് ഈ June 2 മുതൽ. ഈ ലൈവും അതുപോലെ തന്നെ വീഡിയോസിലൊക്കെ നമ്മൾ സബ്ജക്ട്സ് മൊത്തം എടുക്കില്ല, വളരെ കുറഞ്ഞ പോർഷൻ അഥവാ എക്സാമിന് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ സിംപ്ലസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ചില പോർഷൻസ് മാത്രമായിരിക്കും നമ്മൾ ലൈവായാലും വീഡിയോയിലും ഡിസ്കസ് ചെയ്യാം. ഫുൾ പോർഷൻ കവർ ചെയ്യുന്ന പരിപാടിയില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ അങ്ങനെ പഠിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഫെയിലായ ആൾക്കാരാണ്, അത്ര പഠിക്കാൻ സമയവുമില്ല. അതുകൊണ്ട് ഈ സിമ്പിൾ വീഡിയോസ് കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് മാത്രം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സല്ലടാ, നിങ്ങൾക്കൊരു 30-35 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. സെറ്റല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യുക, June 2 ശേഷം നമ്മുടെ ഈ കാറ്റലിസ്റ്റിൻ്റെ +2 ചാനലിൽ വരുന്ന ലൈവുകളിലും വീഡിയോയിലും എന്ത് ചെയ്യാം, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്ത് ഷെയർ ചെയ്തിട്ട് അവരോട് എന്ത് ചെയ്യാം, ക്ലാസ് കാണാൻ വേണ്ടി പറയാം.